ഏഷ്യ മൈനറിൽ എഫോസോസിനടുത്തുള്ള പാത്മോസ് ദ്വീപിൽ വെച്ചാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത്. യോഹന്നാനാണ് ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഈ ഗ്രന്ഥത്തിൻ്റെ ചുരുക്കമെന്തെന്ന് വെച്ചാൽ, ലോകാവസാനത്തിൽ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ ദുഷ്ടത പ്രവർത്തിക്കുന്നവരെല്ലാം നശിപ്പിക്കപ്പെടും. നന്മ ചെയ്യുന്നവരെല്ലാം അവിടുത്തെ അനുയായികളായി ഒരു പുതിയ ലോകത്തിൽ ദൈവപിതാവിനോട് ഒന്നുചേർന്ന് നിത്യാനന്ദ നിർവൃത്തിയടയും. ഇനി വെളിപാട് അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 7 ന്യായവിധികളെക്കുറിച്ച് നോക്കാം. എന്നാൽ 9-ാം അധ്യായത്തിൽ തികച്ചും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ബൈബിൾ അനുസരിച്ച് ആദ്യ കാഹളം ഊതിയ സമയത്ത് രക്തം കലർന്ന തീയും കനൽ മഴയും ഉണ്ടായി. അത് ഭൂമിയിൽ വന്ന് പതിച്ചു. ഭൂമിയുടെ 1/3 ഭാഗം വെന്തു. വൃക്ഷങ്ങളിൽ 1/3 ഭാഗവും കത്തിച്ചാമ്പലായി. പച്ചപ്പുല്ല് പോലും കത്തി എരിഞ്ഞുപോയി. രണ്ടാമത്തെ ദൂതൻ കാഹളം മുഴക്കിയപ്പോൾ വലിയ ഒരു മല പോലെ എന്തോ ഒന്ന് കടലിൽ എറിയപ്പെട്ടു. അപ്പോൾ കടലിൽ 1/3 ഭാഗം രക്തമായി. കടലിലെ ജീവജാലങ്ങളിൽ 1/3 ഭാഗം ചത്തുപോയി. 1/3 ഭാഗം കപ്പലുകളും നശിപ്പിക്കപ്പെട്ടു. മൂന്നാമത്തെ ദൂതൻ കാഹളം മുഴക്കിയപ്പോൾ പന്തം പോലെ കത്തുന്ന ഒരു വലിയ നക്ഷത്രം ആകാശത്ത് നിന്ന് അടർന്നു 1/3 ഭാഗം നീരുറവകളിൽ പതിച്ചു. ആ നക്ഷത്രത്തിൻ്റെ പേര് തിക്തം. അത് വീണപ്പോൾ ജലത്തിൻ്റെ 1/3 ഭാഗം തിക്തമായി. ഈ ജലത്തിൽ അനേകം പേർ മൃതിയടഞ്ഞു, കാരണം അത് കയ്പുള്ളതായിരുന്നു. നാലാമത്തെ ദൂതൻ കാഹളം മുഴക്കിയപ്പോൾ സൂര്യൻ്റെ 1/3, ചന്ദ്രൻ്റെ 1/3, നക്ഷത്രങ്ങളുടെ 1/3 തകർക്കപ്പെട്ടു. 5, 6, 7, 3 കാഹളങ്ങളും പ്രധാനമായി മനുഷ്യർക്കാണ് പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത്. 5-ാമത്തെ കാഹളം ശരിക്കും ഭയാനകമായ ഒന്നിനെ തുറന്നുവിടുന്നു. ബൈബിൾ പറയുന്നതനുസരിച്ച് ഒരു അഗാധമായ കുഴി തുറക്കുന്നു. അതിൽ നിന്നും പൈശാചികമായ വെട്ടുകിളികൾ പുറത്തു വരുന്നു. 6-ാമത്തെ കാഹളം 4 പൈശാചിക ദൂതന്മാരെ അയച്ചുവിടുന്നു. 1/3 മനുഷ്യരെ കൊല്ലാനായി, 20 കോടി സൈന്യങ്ങളെ, മനുഷ്യരാശിയെ കൊല്ലാനായി ഈ പൈശാചിക ദൂതന്മാർ വിട്ടയക്കുന്നു. അത് കാരണം മനുഷ്യരാശിക്ക് മരണമുണ്ടായി. ഏറ്റവും അവസാനമായി 7-ാമത്തെ കാഹളം ദൈവരാജ്യത്തിൻ്റെ വരവും ജനത്തിൻ്റെ ന്യായവിധിയും പ്രഖ്യാപിക്കാനാണ്. വെളിപാട് പുസ്തകം 11:19 പറയുന്നു, അപ്പോൾ സ്വർഗത്തിലെ ദിക്ക് തുറന്നു, ദേവാലയത്തിനുള്ളിൽ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ പേടകം ദൃശ്യമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കനൽ മഴയും ഉണ്ടായി.